മാധവപുരം ഗ്രാമത്തിൽ ഒരു സരസ്വതി അമ്മാളുണ്ടായിരുന്നു. അവർക്ക് 2 ആൺമക്കളായിരുന്നു. മൂത്തവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം, രണ്ടാമത്തവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം. മൂത്ത മകൻ്റെ ഭാര്യയെ എപ്പോഴും കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലും പരിഹസിക്കലുമാണ് അമ്മാളുവിൻ്റെ സ്ഥിരം പണി. കാരണം അവൾ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. രണ്ടാമത്തെ മരുമകളെ കൊണ്ട് അമ്മാളു ഒരു പണിയും ചെയ്യിപ്പിക്കില്ല, ഒരു കുറ്റവും പറയില്ല. കാരണം അവൾ സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എടി രാധേ, എടി. ഓ, അവളെ ഇവിടെ നിന്ന് വിളിച്ചാലും കേൾക്കൂല, അവള് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കല്ലേ. എടി, നീ പ്രിയമോൾക്കുള്ള പൂ കോർത്തു വെച്ചാ? ആ, കോർത്തുകൊണ്ടിരിക്കമ്മേ. കോർത്തുകൊണ്ടിരിക്കണേ, വേഗം കോർക്കടി. നിനക്ക് വേറെ എന്താ അവിടെ പണി? ദേ ഇപ്പൊ തരാമേ. മോളെ, പ്രിയമോളെ. ദേ മോളെ, അമ്മ എന്താ കൊണ്ടുവന്നേക്കെന്ന് നോക്കി. ഓ, മുല്ലപ്പൂ ആണാ? അതേ മോളെ, മോളുടെ തലയിൽ വെച്ചിരുന്ന് മോളെ കാണാൻ കുറച്ചും കൂടെ സുന്ദരിയാവും. അമ്മ വെച്ചു തരാം മോളെ. ഇപ്പൊ എൻ്റെ മോളെ കണ്ടു കഴിഞ്ഞാൽ ദേവിയാന്നേ പറയുള്ളൂ. എങ്കിൽ പിന്നെ ശരി മോളെ, അമ്മ പോട്ടെ. ആ ശരി. ആ മോനെ, നീ വന്നാ? ഭക്ഷണമൊക്കെ രാധ എടുത്തു തന്നില്ലേ? ഓ, ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? ഇന്നെന്താ പ്രിയ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എപ്പോഴും പ്രിയമോളെ പ്രിയമോളെ എന്ന് വിളിച്ചോണ്ട് നിങ്ങളുടെ തള്ളി ഇങ്ങനെ നടക്കും. ഒരു സ്റ്റുപ്പിഡ്. അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ, നീ കാണുന്നതല്ലേ എടത്തിയമ്മേനോട് കാണിക്കുന്നത്. ഓ, എനിക്ക് എല്ലാവരും അറിയാം. എനിക്കെന്തോ നിങ്ങളുടെ തള്ളേനെ ഇഷ്ടമല്ല. ആ ശരി ശരി, നീ പറഞ്ഞു നമ്മൾ തമ്മിൽ എന്തിനാ വഴക്കെടുപ്പിക്കണേ? അങ്ങനെ മാധവപുരം ഗ്രാമത്തിൽ ഒരു സന്യാസി വന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള സന്യാസി. ഓരോ നാട്ടുകാരും അവരുടെ പ്രശ്നങ്ങളും പരാതികളുമായി സന്യാസിയുടെ അടുത്ത് ചെന്നു. സന്യാസി അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു. കൂട്ടത്തിൽ അമ്മാളു പറഞ്ഞു തൻ്റെ പ്രശ്നം. വർഷങ്ങളായിട്ടും തൻ്റെ വീട്ടിൽ ഒരു പേരക്കുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമം. പരിഹാരം എന്താണെന്നല്ലേ? അങ്ങ് ദൂരെ കാട്ടിൽ പോയി ശിവലിംഗമുണ്ടാക്കി ശിവനെ പൂജ ചെയ്യണം. ശിവനെ തൃപ്തിപ്പെടുത്താൻ ദിവസങ്ങളോളം കഠിനമായ വ്രതവും എടുക്കണം. അവസാനം മഹാദേവൻ ദേവിയെ കാട്ടിലോട്ട് വിടും. ദേവിയുടെ അനുഗ്രഹം മരുമകൾക്ക് കിട്ടിയാൽ സന്താനം ഉടനെ ഉണ്ടാകും. ശരി സ്വാമി, ഞാൻ എൻ്റെ മരുമക്കളോട് പോയി പറഞ്ഞോളാം. പോകുന്നതിന് മുമ്പ് അമ്മാൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 മരുമക്കളോടും പോയി കാട്ടിൽ പോയി ഒരുമിച്ച് വ്രതമെടുക്കാൻ പറയണം. എങ്കിലേ 2 പേർക്കും സന്താനം കിട്ടൂ. ആരാണോ വ്രതമെടുക്കുന്നത് അവർക്ക് മാത്രമേ സന്താനം കിട്ടൂ. ശരി സ്വാമി, ഞാൻ പറഞ്ഞോളാം. അമ്മാള് വേഗം പോയി രണ്ടാമത്തെ മരുമകളോട് കാര്യം അവതരിപ്പിച്ചു. കാര്യം രണ്ടാമത്തെ മരുമകൾക്ക് സന്താനം ഉണ്ടായി കാണുവാനായിരുന്നു അമ്മാളുവിൻ്റെ ആഗ്രഹം. എങ്കിലല്ലേ മൂത്ത മരുമകളെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും പറ്റൂ. പക്ഷേ രണ്ടാമത്തെ മരുമകൾ പറഞ്ഞ് മറുപടി കേൾക്കണോ? ഒന്ന് പോയ അമ്മ, വെറുതെ എന്നെ ശല്യപ്പെടുത്താണ്ട്. പിന്നെ വ്രതം എടുക്കാൻ പോവല്ലേ, അതും കാട്ടിൽ പോയിട്ട് പൂജ ചെയ്യാനേ. വെറുതെ എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ടൊന്ന് പോകാൻ പറ്റുമോ? അമ്മേ, ഞാൻ വ്രതം എടുക്കാം. ഓ, നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാട്ടിൽ പോയിട്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജ ചെയ്യണം. നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെയല്ലേ അമ്മേ, ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ, എന്തെങ്കിലും കാണിക്ക്. അങ്ങനെ രാധ ദിവസങ്ങളോളം വ്രതമെടുത്ത് ശിവലിംഗമുണ്ടാക്കി ഊണുമുറക്കവുമില്ലാതെ മഹാദേവനെ പ്രാർത്ഥിച്ചു മാത്രം ഇരുന്നു കാട്ടിൽ. അങ്ങനെ ഊണുമുറക്കവുമില്ലാതെ ദിവസങ്ങളോളം പൂജ ചെയ്തു. അങ്ങനെ രാധ ഒന്നും തന്നെ അറിഞ്ഞില്ല, പൂജ മാത്രം. ഏതു നേരവും മഹാദേവനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. വന്യമൃഗങ്ങളെയോ തണുപ്പോ കാറ്റോ ഒന്നും രാധയ്ക്ക് പ്രശ്നമായിരുന്നില്ല. അവസാനം ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി രാധയ്ക്ക് വരവും കൊടുത്തു. അവസാനം ആ കുടുംബത്തിൽ ഒരു സുന്ദരി പെൺകുഞ്ഞു പിറന്നു. ശേഷം രാധയും ഭർത്താവും കുഞ്ഞുമായി സന്തോഷമായി ജീവിച്ചു.